അസ്സലാമലൈക്കും. ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സുഖം വിചാരിക്കണേ. അപ്പൊ നമ്മളെ വീഡിയോ എല്ലാവരും കാണുക, പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ആക്കലിട്ട. അപ്പൊ ഏമത്തെ നോൽമ്പാലേ, അപ്പൊ അതിന് കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോയിലുള്ളത്. അപ്പൊ എല്ലാവരും പോയി കാണുക. പിന്നത്തെ കണ്ടവരൊക്കെ ഒന്ന് ലൈക്ക് ഇടാൻ മറക്കലില്ലേ? ലേക്ക് കടി. പിന്നെ ഇപ്പൊ നാളെ സ്കൂളിൽ എനിക്ക് ലിനിക്കോ അവർക്ക് ആ സ്കൂളുണ്ട്. നാളെ നമുക്ക് സ്കൂളില്ല. അപ്പൊ ഇന്ന് നല്ല ചൂടേ, കമ്പിയിലൊക്കെ ഉണ്ടല്ലോ, എന്തോ ഒരു ചൂടാ. സീറ്റ് ചൂടായിരിക്കുന്നു, ഫാനൊക്കെ ചൂടായിരിക്കുന്നു. സ്കൂളിലാ ചൂണ്ടല്ലേ? എനിക്കും ഞാനാ നല്ല ചുണ്ണാക്കാറ് മൂടിയിട്ടേ നല്ല ചൂടേന്. അങ്ങനെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മള് നോമ്പല്ലേ, നോമ്പിന് ഇന്ന് പൂരി ഉണ്ടാക്കാനുള്ള പരിപാടി. അപ്പൊ അതിനുള്ള മൈദപ്പൊടി ആയിട്ട് പൂരി ഉണ്ടാക്കാം. കുഴക്കാനുള്ള പരിപാടി കേട്ടോ. കുഴച്ചെടുക്കാം. വെള്ളം ഉപ്പൊക്കെ എടുക്കട്ടെ. പൊടിയൊക്കെ കുഴച്ചെടുത്തു. കുറച്ച് 5 മിനിറ്റ് നിൽക്കട്ടെ. എന്നിട്ട് ബോളാക്കിയിട്ട് സൈസാക്കാം. അപ്പോൾ മക്കൾ നമ്മളിന്ന് സമൂസ ഉണ്ടാക്കുന്ന പരിപാടിയാണല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറി കൊടുക്കുന്നുണ്ട്. ഇനിയൊക്കെ വെട്ടി അരിയാണ്ട്. പിന്നെ ജ്യൂസ് അടിക്കാൻ മാങ്ങി കൊടുക്കുന്നു. ജ്യൂസ് അടിച്ചാൽ സമൂസൻ്റെ പാല് വാങ്ങിയിട്ടുണ്ട്. കട്ട് ചെയ്തേ. അപ്പോൾ എന്താ സ്പെഷ്യൽ ആയിട്ടാ നമ്മൾ സമൂസ ഉണ്ടാക്കുന്ന പരിപാടി. അപ്പോൾ ഇതിലെ മസാല ഉണ്ടാക്കാൻ തയ്യാറെടുപ്പ് പണിഞ്ഞ്. അപ്പോൾ ഇനി ഉള്ളി തക്കാളൊക്കെ വെട്ടി തരിക. അപ്പോൾ മാങ്ങ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജ്യൂസ് അടിക്കട്ടല്ലേ? പിന്നെ അടിച്ചെടുക്കാം. കുറച്ച് പഞ്ചസാര എടുക്കാം. എന്നിട്ട് നമ്മൾ അടിച്ചിട്ട് ജ്യൂസ് അടിക്കാനേ. അപ്പോൾ മാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അരിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കണം. ഐസ് വെള്ളം ഉണ്ട്. അപ്പൊ നമ്മള് തരപ്പിയില് അരിച്ചെടുക്കാണ്. പാലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി അരിക്കണം. ഇവിടെയൊക്കെ കുഴച്ചെടുത്ത് ബോളാക്കിയിട്ടുണ്ട്. പരുത്തിരുത്താണ്ടേ ഞാൻ പത്ത കുറച്ച് മറ്റേ ഇനി ഭാഗം കൊടുത്താലേ സമയം കഴിക്കണേ. 6 മണി ആകാനായി. കട്ട് ചെയ്താള് കട്ട് ചെയ്യട്ടാ. സമൂസക്കുള്ളത് അരച്ചിട്ടില്ല, നറുക്കട്ടെ. അങ്ങനെ വത്തക്ക വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സമൂസ ഉണ്ടാക്കാണ്ട് അവിടെ ഫാറ്റ് കിട്ടാ. നല്ല ചൂടാണ്. കാണാ സൗണ്ട്. കളറുണ്ടല്ലേ വത്തക്ക? നല്ല വത്തക്ക, മധുരമൊക്കെ വത്തക്ക. അപ്പോൾ നമ്മൾ വത്തക്ക കട്ട് ചെയ്തു. പിന്നെന്താ സമൂസക്കുള്ള മസാല ഉണ്ടാക്കാൻ പരിപാടിയാണ്. പിന്നെ മാങ്ങ ജ്യൂസ് അടിച്ചിരിക്കണ്. അപ്പം ഇന്ന് പൂരിക്ക് നമ്മള് കൂന്തൽ മുളക് ഇട്ടാട്ടോ അല്ലേ? ഇനി തൂമ്പിക്കാണ്ട്. ഇപ്പൊ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അല്ലേ? തൂമ്പിക്കാനുള്ള പരിപാടിയാണ്. തൂമ്പിക്കാനുള്ള ചെറിയ ഉള്ളി കരിയപ്പ് ഇതൊക്കെ ഇട്ടാ. അപ്പൊ ഇനി മീൻ കറി തൂമ്പിക്കാനുള്ള പരിപാടിയാണ്. ചീരുള്ളിയും കരിയപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണി തൂമ്പിക്കാനുള്ള പരിപാടി കേട്ടോ. മീൻ കറിക്ക് ഉള്ള തൂമ്പിക്കലാണ് എടുത്ത് ഒഴിച്ചെടുക്കാം. സ്പെഷ്യൽ കൂന്തൽ കറിയില്ലേ? സമൂസക്ക് മസാല ഉണ്ടാക്കുന്നു. റെഡിയായി. അപ്പോൾ കറി റെഡി. അപ്പോൾ നമ്മൾ ഇനി ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്യട്ടെ. കട്ട് ചെയ്യാം. ഞാൻ ഉള്ളി ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ വട്ട സമൂസകളാട്ടാ.
ഒന്ന് സമൂസ ഒന്നാണ് പോലെ ഇന്ന് ആദ്യം ഉണ്ടാക്കുന്ന നോമ്പിന് നോമ്പിന് ആദ്യം ആദ്യം ഉണ്ടാക്കി പ്രാവശ്യം ഇന്ന ഓർഡർ കേട്ടോ. എത്ര 110. ചെറുതാക്കി കട്ട് ചെയ്ത് ചെറുതാക്കിട്ട് അരിഞ്ഞിട്ട് നല്ല ഉരുളങ്ങനെ ഇടൂല കട്ട് ചെയ്തിട്ട് ഇടാ. ചിക്കനുണ്ട്, ചിക്കന് വേവിക്കട്ടെ. അപ്പോൾ സമൂസക്കുള്ള ചിക്കൻ വേവിച്ചെടുക്കട്ടെ. ഉപ്പ് മഞ്ഞളാക്കിയിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഇന്ന് സ്പെഷ്യൽ സമൂസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സമൂസക്കുള്ള ഉള്ളിയൊക്കെ വെട്ടി ഇഞ്ചിയും പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. കപ്പും ചെറിയപ്പൊക്കെ അരിഞ്ഞ് കിട്ടാം. കിഴങ്ങും ഈ കിഴങ്ങ് പോയി പീങ്ങിയെടുക്കല്ലേ? പീങ്ങിക്കണ കിഴങ്ങ് പീങ്ങിയെടുത്ത് പീങ്ങിയിട്ടുണ്ട്. തൊലി കളഞ്ഞിട്ട് ശരിയാക്കാം. ഇങ്ങനെ ആവി പോകുന്നുണ്ട്, ചൂടാണ്. പീങ്ങിൻ്റെ ശേഷം തൊലി എന്നിട്ട് മസാല സെറ്റാക്കാം. തൊലി കളയാം. പീങ്ങിൻ്റെ ശേഷം തൊലി കളഞ്ഞാലേ കിട്ടും ചെയ്യും. മറ്റേ ചെത്തുമ്പോൾ കാമ്പൊക്കെ പോകും. ഇങ്ങനെ കിട്ടും. അങ്ങനെ ഉറപ്പാണ്. അപ്പോൾ ഉരുളങ്ങയൊക്കെ കഴുകി നല്ല ചൂടുണ്ട്. കഴുകി വൃത്തിയാക്കിയതാ. തൊലി കളഞ്ഞ് പീങ്ങിട്ടേ കഴുകിൻ്റെ ശേഷമാണ് പീങ്ങിയത്. ഇനി ഉള്ളി വാട്ടിയെടുക്കട്ടെ. നമ്മൾ സമൂസക്കുള്ള ഉള്ളിതാ വാട്ടി കൊടുക്കല്ലേ? കുറച്ച് ഉപ്പിട്ടെടുത്താളാ. കുറച്ച് ഉപ്പിടാം. നല്ല സെറ്റാട്ടെ. ഉള്ളി വാടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി വെച്ചില്ല ചപ്പൊക്കെ ഉണ്ട്, അതായിക്കോട്ട് കൊടുക്കാം. ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ സമൂസക്കുള്ള ഉള്ളിക്ക വാടിക്കൊണ്ട് നിൽക്കണേ. അപ്പോൾ ചപ്പും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് ആയിക്കോളും. അപ്പോൾ സമൂസ മസാല റെഡി ആയില്ലേ? മസാല റെഡിയായി. ഇനി നമുക്ക് ചൂടാണ് നറുക്കാം. സെറ്റാവട്ടെ. അപ്പോൾ ഭൂരിക്കുള്ള പൊടിയൊക്കെ കുഴച്ച് മൈദ കുഴച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ബോളാക്കിയില്ലേ? ബോളാക്കി വെക്കട്ടെ. എന്നാ പരത്തിക്കാണ്ട് അല്പം അമർത്തിയാൽ എടുക്കാമല്ലോ. പൊരിച്ചെടുക്കാം. അപ്പൊ നമ്മള് സമൂസയിൽ മസാല ഇറക്കാൻ പോവാണ്. മസാല ഇറക്കുക. കുറച്ചൊക്കെ ഇട്ടൂടെ? കുറച്ചുകൂടെ നിറച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്നാണ് പരിപാടി ഉണ്ടാക്കണേ. അപ്പം ഇന്ന് സ്പെഷ്യൽ സമൂസയാണ്. ഒട്ടിച്ചാളല്ലേ? ഒട്ടിക്കാം. സമൂസ കുറച്ച് റെഡി ആയിക്കണ്. നമ്മളിനി പൊരിച്ചെടുക്കട്ടാ. കൊടുക്കാനായി തുടങ്ങി. അപ്പം നമ്മൾ സമൂസ പൊരിക്കാനുള്ള പരിപാടിയാണ്. ഇതാ ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. എണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ വെച്ച് കൊടുക്കട്ടെ. അപ്പം എണ്ണ വെച്ച് കൊടുത്തു. അപ്പം നമ്മൾ സമൂസ പൊരിക്കാനുള്ള പരിപാടിയാണ്. അപ്പം എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഞാൻ ഇട്ട് കൊടുക്കാം. പൊരിച്ചെടുക്കുക. ചൂടായ പെട്ടെന്ന് റെഡിയായി കിട്ടും. അങ്ങനെ സമൂസ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മറിച്ചിട്ടില്ലേ? ഒന്നുകൂടി മറിച്ചിടാം. എണ്ണ ചൂടായിട്ട് പിന്നെ വേണ്ട മറിച്ചിടാം. അപ്പോൾ സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിനി ഭൂരി പൊരിക്കാനുള്ള പരിപാടിയാണ്. അപ്പം സമൂസ പൊരിച്ച എണ്ണ അവിടെ ഉണ്ട് കേട്ടോ. പൊരിച്ചെടുക്കുക. അപ്പം എണ്ണ നല്ല ചൂടായി കിട്ടാ. പൊരിച്ചെടുക്കുക. ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ട് മറിച്ചെടുക്കുക. വെള്ളച്ചേർന്നുണ്ട്. നല്ല ചൂടായിട്ട് ഭൂരി ഇങ്ങനെ പൊരിച്ചോണ്ടിരിക്കുകയാണ്. ഫുള്ള് പൊരിച്ചെടുക്കഞ്ഞു. ചട്ടി നമ്മൾ താഴെ ചട്ടി കേട്ടോ. നമ്മളെ പക്ഷെ പൊരിച്ചാൽ സുഖതിയില്ല. സംഭവം കണ്ടില്ലേ? നല്ല പൊള്ളച്ച് വരും. ചട്ടി കണ്ടോടെ ചട്ടിയിൽ പൊരിച്ചാൽ ഇങ്ങനെ പൊരിച്ച് ശീലായിട്ട് പെട്ടെന്ന് ചൂടാവും ചെയ്യും. അങ്ങനെ പോയി പൊരിക്കട്ടെ. പൊരിച്ചെടുക്കഞ്ഞി ഫുള്ള്.
അപ്പോൾ നമ്മൾ നോമ്പിന് ഉണ്ടാക്കിയ സ്പെഷ്യൽ സമൂസ ജ്യൂസൊക്കെ റെഡിയാണ്. ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഇനി നോമ്പ് തുറക്കാൻ പോകട്ടാ. അപ്പോൾ ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഇനി നോമ്പ് തുറക്കട്ടാ. ഒക്കെ റെഡിയാക്കിക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വെള്ളമൊക്കെ കുടിച്ചോളി. ബാങ്ക് കൊടുക്കുന്നുണ്ട്, നോമ്പ് തുറക്കട്ടാ. ആരൊക്കെന്നാ വെള്ളം കുടിക്കാം. ലുലുവാ പറഞ്ഞ വെള്ളം കുടിച്ചോ. നമ്മൾ നോമ്പൊക്കെ തുറന്ന് നിസ്കാരം കഴിഞ്ഞു. നമ്മളിനി ചാടിക്കാനുള്ള പരിപാടി കേട്ടാ. അപ്പൊ മേശപ്പുറത്തോടെ കൊടുത്ത് വെച്ചിക്കണ് ഭൂരി കൂന്തൽക്കറി ഇട്ടാ. കൂന്തൽ മുളക് കിട്ടോ. നീ കഴിക്കല്ലേ? എന്നാ പേര് ലുലു നിന്നും റാശിക്ക് പേര്. അപ്പൊ നിസ്കാരം കഴിഞ്ഞു അല്ലേ? നോമ്പൊക്കെ നിസ്കാരം കഴിഞ്ഞു. പിന്നെ ചാടിക്കാനുള്ള പരിപാടിയാണ്. ലുലു പിന്നെ എത്തിയേ മാ കൊടുത്ത. അപ്പൊ നമ്മൾ കഴിക്കല്ലേ? കഴിക്കട്ടെ. അങ്ങനെ ഭൂരി നല്ല കൂന്തൽ മുളകിട്ട് കേട്ടോ. സ്പെഷ്യലാണ്. എന്നാ കഴിച്ചോക്കാണ്. നല്ല എനിക്കതാ വേണ്ടില്ലേ? കഴിച്ചോടി. എങ്ങനെയില്ല? അപ്പൊ ഏഴത്തെ നോമ്പ് നമ്മളിന്ന് ഭൂരി നല്ല കൂന്തൽ കറി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടിപൊളി. അപ്പൊ നമുക്ക് എന്നും വരാൻ മോഡൽ കറി അല്ലേ? ഐറ്റംസ് ആണ്. എന്തൊരു കറി ഉണ്ടാക്കണല്ലോ നോമ്പ് പറഞ്ഞാണ്ട്. ഇത് ചിക്കൻ വാങ്ങിയില്ലേ? എന്നും ചിക്കനല്ല, അപ്പൊ ഇന്ന് മീനായിട്ട് കറി ഉണ്ടാക്കാം. ചൂടത്തെ തണുത്തോളത്തിനാണ് ആവശ്യം. ചൂടിന്റെ വെള്ളം കുടിച്ചോളൂ. ചായ ഉണ്ടാക്കിയിട്ടില്ല. ചായ വേണ്ട, വെള്ളം മതി. ചായ വേണ്ട, ആരും കുടിക്കണില്ല ഉണ്ടാക്കിയിട്ട്. കഴിച്ചോളി നാളെ. കേൾക്കില്ലേ? ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര ഉള്ളു. അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.